ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. എ 3 hinged പാരബോളിക് ആർച്ച്. ഓക്കെ, 3 hinged ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് സപ്പോർട്ട്സിലും അതുപോലെ ക്രൗൺ പോയിന്റിലും ഹിഞ്ചസ് ഉണ്ടായിരിക്കും. ഓഫ് സ്പാൻ 30 മീറ്റർ. ഓക്കെ, അപ്പൊ എൽ എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഹാസ് ഇറ്റ്സ് ലെഫ്റ്റ് സപ്പോർട്ട് അറ്റ് എ ഡെപ്ത് ഓഫ് 4 മീറ്റർ ആൻഡ് ഇറ്റ്സ് റൈറ്റ് സപ്പോർട്ട് അറ്റ് എ ഡെപ്ത് ഓഫ് 16 മീറ്റർ ഫ്രം ദ ക്രൗൺ. ഓക്കെ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓൺ ദ ആർച്ചിൽ നിന്നും ലെഫ്റ്റ് സപ്പോർട്ടിലേക്കുള്ള ഡെപ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്ററും റൈറ്റ് സപ്പോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് 16 മീറ്ററും ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം ലെഫ്റ്റ് സപ്പോർട്ട് മുകളിലും റൈറ്റ് സപ്പോർട്ട് താഴെയും എന്നാണ്. ഓക്കെ, നമ്മുടെ ആർച്ച് ഏകദേശം ഈ രീതിയിലായിരിക്കും. ഓക്കെ, ലെഫ്റ്റ് സപ്പോർട്ട് മുകളിലും റൈറ്റ് സപ്പോർട്ട് താഴെയും. ഓക്കെ, ഹിഞ്ച്, രണ്ട് ഹിഞ്ച് സപ്പോർട്ട്സിൽ വരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഇത് 3 hinged ആർച്ചാണ്. അപ്പോൾ ക്രൗൺ പോയിന്റ് ഞാൻ സി എന്ന് പറഞ്ഞ് നെയിം ചെയ്യാണ്. അവിടെ ഒരു ഹിഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ മുതൽ, അതായത് സപ്പോർട്ട് ടു സപ്പോർട്ട്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. ഓക്കെ, സപ്പോർട്ടിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എൽ. ഓക്കെ, എൽ 30 മീറ്റർ ആണ്. ഈ ക്രൗൺ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സപ്പോർട്ട് ഞാൻ എ എന്ന് വിളിക്കുകയാണ്. എയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് 4 മീറ്റർ ആൻഡ് റൈറ്റ് സപ്പോർട്ടിലേക്ക് ക്രൗണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ L1 എന്ന് വിളിക്കുകയാണ്. ആൻഡ് സി മുതൽ റൈറ്റ് സപ്പോർട്ട്, ഓക്കെ, റൈറ്റ് സപ്പോർട്ട് ബി ആണെങ്കിൽ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ L2 എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. ഓക്കെ, ഈ രണ്ട് ഡിസ്റ്റൻസ് L1 L2 സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെന്റർ വരെയുള്ള അല്ലെങ്കിൽ ക്രൗൺ പോയിന്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1 ഉം റൈറ്റ് സൈഡിൽ നിന്ന് L2 ആയിട്ട് ഞാൻ എടുക്കുവാണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി L1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് എയിലേക്കുള്ള റൈസിനെ ഞാൻ R1 എന്ന് നെയിം ചെയ്യാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള സപ്പോർട്ടിൽ നിന്ന് സെന്ററിലേക്ക് അല്ലെങ്കിൽ ക്രൗണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ഞാൻ L1 എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ അതേ ലെഫ്റ്റ് സപ്പോർട്ടിലേക്ക് ക്രൗണിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് നെയിം ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ക്രൗണിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ L1 എന്നും അതേപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ ഞാൻ R1 എന്നും നെയിം ചെയ്യുന്നു. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്രൗണിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ L2 എന്നും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്രൗണിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ ഞാൻ R2 എന്ന് നെയിം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നെയിം ചെയ്യണം. L1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസ് R1 ആയിരിക്കും. അതായത് ഏത് സപ്പോർട്ടിൽ നിന്നാണോ നിങ്ങൾ L1 എടുക്കുന്നത് ആ സപ്പോർട്ടിൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് വിൽ ബി R1. ആ രീതി തന്നെ നെയിം ചെയ്യണം. അതേപോലെ ഏത് സപ്പോർട്ടിൽ നിന്നാണോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L2 എടുക്കുന്നത് ആ സപ്പോർട്ടിൽ നിന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്രൗണിലേക്കുള്ള ഡിസ്റ്റൻസ് ഷുഡ് ബി ടേക്കൺ ആസ് R2. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് R1 4 മീറ്റർ ആണ്, R2 16 മീറ്റർ ആണ്, L 30 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇപ്പൊ നമ്മൾ വായിച്ച ആ ഒരു ഫസ്റ്റ് സെന്റൻസിലുള്ളത് L is 30 മീറ്റർ ആൻഡ് R1 is 4 മീറ്റർ, R2 is 16 മീറ്റർ. ഓക്കെ, L1 L2 ഏതാന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L1 ആൻഡ് ബി മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L2. The arch carries a load of 80 kilonewton at a distance of 5 meter to the left of crown. Okay, ക്രൗണിന്റെ ലെഫ്റ്റിലേക്ക് 5 മീറ്റർ മാറിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ലോഡ് മാർക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു ലൈൻ ഇടുവാണ്. ഓക്കെ, അപ്പം സി എന്ന് പറയുന്ന പോയിന്റ് നിന്ന് 5 മീറ്റർ മാറിയിട്ട്, ഓക്കെ 5 മീറ്റർ മാറിയിട്ട് 80 കിലോന്യൂട്ടന്റെ ലോഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ആർച്ച് ക്യാരീസ് എ ലോഡ് ഓഫ് 80 kilonewton at a distance 5 meter to the left of crown. ഓക്കെ, ക്രൗണിന്റെ ലെഫ്റ്റിലേക്ക് 5 മീറ്റർ മാറിയിട്ട് 80 kilonewtonന്റെ ലോഡ് ആക്ട് ചെയ്യുന്നു. ആൻഡ് എ സെക്കൻഡ് ലോഡ് ഓഫ് 100 kilonewton at 10 meter. ഓക്കെ, ഒരു 10 മീറ്റർ മാറിയിട്ട്, ഓക്കെ 10 മീറ്റർ മാറിയിട്ട് ഒരു 100 kilonewtonന്റെ ലോഡും ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഞാൻ വരയ്ക്കുന്നു. ആസ് പെർ ദ സ്കെയിൽ ഒന്നുമല്ല ഫിഗർ ഞാൻ വരച്ചിരിക്കുന്നത്, ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫിഗർ വരച്ചതാണ്. അപ്പൊ ഇവിടെ സിയിൽ നിന്ന് ഓക്കെ റൈറ്റിലേക്ക് മാറിയിട്ട്, ഓക്കെ ആൻഡ് സെക്കൻഡ് ലോഡ് ഓഫ് 100 kilonewton at 10 meter to the right of crown. ഓക്കെ, സിയിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ട് റൈറ്റിലേക്ക് മാറിയിട്ട് 100 kilonewton ആക്ട് ചെയ്യുന്നു.
ഓക്കെ, അപ്പൊ 2 ലോഡുകളാണ് ഈ ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന് 80 കിലോ ന്യൂട്ടണും ഒന്ന് 100 കിലോ ന്യൂട്ടണും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിറ്റർമൈൻ ദ റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട്സ്. ഓക്കെ, അപ്പം എയിലും ബിയിലുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. അതായത് വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, വി എ വി ബി. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും, എച്ച് എ ആൻഡ് എച്ച് ബി. ഓക്കെ, ഇവിടെ വേറെ ഹൊറിസോണ്ടൽ ലോഡുകളോ ഇൻക്ലൈൻ ലോഡുകളോ ഇല്ലാത്തത് കൊണ്ട് എച്ച് എ വിൽ ബി ഈക്വൽ ടു എച്ച് ബി. ഓക്കെ, ഇനി ഇതിന്റെ റിസൾട്ടന്റ് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം, ആർ എ ആൻഡ് ആർ ബി. ഓക്കെ, അതായത് ഈ ആർച്ചിന്റെ ഇൻക്ലിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സപ്പോർട്ടിൽ വരുമ്പോൾ ഇതിന്റെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് റിയാക്ഷൻ, അതായത് റിസൾട്ടന്റ് റിയാക്ഷൻ ആയിട്ട് വരാം. ഓക്കെ, വി എ എച്ച് എന്റെ വാല്യൂ സ്ക്വയർ ചെയ്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ എ കിട്ടും. ഓക്കെ, അതായത് ഈ ആർച്ചിന്റെ ഇൻക്ലിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ ആ ആർച്ചിന്റെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിയാക്ഷൻ ആണ് ആർ എ ആൻഡ് ആർ ബി. ഓക്കെ, അപ്പൊ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനുണ്ടായിരിക്കും. ആൻഡ് ബെൻഡിങ് മൊമെന്റ് അണ്ടർ ദ ലോഡ്സ്, അതായത് 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതിന്റെ കറസ്പോണ്ടിങ് പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെന്റും 100 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെന്റും നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ റിയാക്ഷൻസ് വേണം. ഓക്കെ, റിയാക്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ L1 L2 വാല്യൂ കൃത്യമായിട്ട് കിട്ടുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ ഈ ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് റിസൾട്ടന്റ് റിയാക്ഷൻസ്, ആൻഡ് ബെൻഡിങ് മൊമെന്റ് അണ്ടർ ദ ലോസ് 80 കിലോ ന്യൂട്ടൺ ആൻഡ് 100 കിലോ ന്യൂട്ടൺ. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1 L1 L2 കണ്ടുപിടിക്കുക. നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്, L1 പ്ലസ് L2 എന്ന് പറയുന്നത് L ആണ്, ദാറ്റ് ഈസ് 30 മീറ്റർ. ഓക്കെ, ആ ഒരു കാര്യം ഗിവൺ ആണ്. അപ്പൊ L1 പ്ലസ് L2 ഈസ് ഈക്വൽ ടു L, ദാറ്റ് ഈസ് L1 പ്ലസ് L2 ഈസ് ഈക്വൽ ടു 30 മീറ്റർ. അതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി വെച്ചു. ഇനി അടുത്ത ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ L1 ബൈ L2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R1 ബൈ R2 എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ R1 4 ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, R2 16 ആണ്. L1 L2 കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. L1 ബൈ L2 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 4 ബൈ 16. ഇനി ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്തുനിന്ന് L2ന് കറസ്പോണ്ടിങ് ആയി ഞാൻ ഒരു എക്സ്പ്രഷൻ എഴുതുവാണ്. L2 ഈസ് ഈക്വൽ ടു 30 മൈനസ് L1. ഓക്കെ, അത് ഞാൻ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, L1 ബൈ L2 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 4 ബൈ 16 എന്നുള്ള എക്സ്പ്രഷനിൽ L2ന്റെ സ്ഥാനത്ത് ഞാൻ 30 മൈനസ് L1 കൊടുക്കാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ. ഓക്കെ, L2 ഈസ് ഈക്വൽ ടു 30 മൈനസ് L1 ഇൻ അബവ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. L1 ഡിവൈഡ് ബൈ L2ന്റെ സ്ഥാനത്ത് 30 മൈനസ് L1 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 4 ബൈ 16. അപ്പൊ റൂട്ട് ഓഫ് 4 ബൈ 16 എന്ന് പറയുന്നത് എന്താണ്? അപ്പം റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. റൂട്ട് 16 എന്ന് പറയുന്നത് റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ 2 ബൈ 4 നമുക്ക് വരും. 2 ബൈ 4 മീൻസ് ദാറ്റ് ഈസ് 0.5 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം നമുക്ക് 0.5 എന്ന് കിട്ടും. അപ്പൊ L1 ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ ഉള്ളത് RHSലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിലേക്കായി 0.5 ഇൻറ്റു 30 മൈനസ് L1 എന്നാവും. L1 ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 30 ഈസ് 15 മൈനസ് 0.5 L1. ഓക്കെ, ബ്രാക്കറ്റിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, L1 ഈസ് ഈക്വൽ ടു 15 മൈനസ് 0.5 L1. അപ്പം ഈ 0.5 L1 LHSലേക്ക് വന്നാൽ പ്ലസ്സിലാവും. അപ്പൊ L1 പ്ലസ് 0.5 L1 ദാറ്റ് ഈസ് 1.5 L1 ഈസ് ഈക്വൽ ടു 15. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L1 ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 L1 പ്ലസ് L2 ഈക്വൽ ടു 30. ഓക്കെ, അപ്പൊ നമുക്കിവിടെ L1 കിട്ടിയിട്ടുണ്ട്. L1ന്റെ സ്ഥാനത്ത് കൊടുത്താൽ 10 പ്ലസ് L2 ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ L2 ഈസ് ഈക്വൽ ടു 30 മൈനസ് 10 ദാറ്റ് ഈസ് 20 മീറ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് L1 L2 കിട്ടി. L1 ഈസ് 10 മീറ്റർ ആൻഡ് L2 ഈസ് 20 മീറ്റർ. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 2 വെർട്ടിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ്. ഓക്കെ, വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ റിയാക്ഷൻസും കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് പോയിന്റ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫോം ചെയ്യും. 2 ഇക്വേഷൻസ് കിട്ടും. അതേപോലെ സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന മൂന്നാമതൊരു ഇക്വേഷൻ എടുക്കും. ഇത് കമ്പൈൻ ചെയ്തിട്ട് നമ്മളിവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കും. ഓക്കെ, 3 റിലേഷൻഷിപ്പിൽ നിന്ന് 3 വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
Okay, since there are no inclined or horizontal loads, HA will be equal to HB is equal to H. അല്ലെ, ഇൻക്ലൈൻഡോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡോ ഇല്ലെങ്കിൽ രണ്ട് എൻഡിലും വരുന്ന രണ്ട് സപ്പോർട്ടിലും വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ വിൽ ബി സെയിം, ദാറ്റ് ഈസ് ഈക്വൽ ടു H എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് C, okay, MC is equal to 0. Considering bending moment at C from left side corresponding ആയിട്ട് bending moment എടുത്തു കഴിഞ്ഞാൽ, okay, ലെഫ്റ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് bending moment എടുത്താൽ ഇതാണ് C. ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ഫോഴ്സ് VA. So VA into perpendicular distance is L1. Okay, VA into L1. ഇനി H ഉണ്ട് അല്ലെ, H എങ്ങനെ ആക്ട് ചെയ്യുന്ന ഇൻവേർഡ് ആണ്. C എന്ന് പറയുന്ന പോയിന്റ് മുകളിലാണ്, അപ്പൊ ടുവേർഡ്സ് റൈറ്റ് വന്ന് മുകളിലോട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ മൈനസ് H ഇൻറ്റു, ഓക്കെ, എച്ച് ബി സെയിം ആയതുകൊണ്ട് ഞാൻ H എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 4 ആണ്. പിന്നെയുള്ള ലോഡ് 80 കിലോമീറ്റർ. ഓക്കെ, 8 താഴോട്ട് ആക്ട് ചെയ്യുന്നു, അപ്പൊ താഴോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ മൈനസ് 80 ഇൻറ്റു സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 5. ഓക്കെ, അപ്പൊ എം സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ്പ്രഷൻ എടുക്കുമ്പോൾ ഇതാണ് വരിക. എം സി വാല്യൂ വിൽ ബി ഈക്വൽ ടു 0, കാരണം അവിടെ ഹിഞ്ച് വരുന്ന പോയിന്റ് ആണ്. അപ്പം ഹിഞ്ചസ് വരുന്നിടത്ത് ബെൻഡിങ് മൊമെന്റ് വിൽ ബി 0. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് സിയിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ വി ബി ഉണ്ട് അല്ലെ, വി ബി മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. സി എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്. വി ബി ഇൻറ്റു സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ്, വി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L2. പിന്നെയുള്ളത് എച്ച് ബി ആണ്. ഓക്കെ, അത് ആക്ട് ചെയ്യുന്ന ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് മുകളിലാണ്. ഓക്കെ, അപ്പോൾ എച്ച് ബിനെ ഞാൻ H എന്ന് പറഞ്ഞ് എടുക്കുവാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെന്റ് വരുന്നത്. അപ്പം റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് മൈനസ് ആണ്, മൈനസ് H ഇൻറ്റു 16. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 16, R2 16 ആണല്ലോ. ഇനി ഇവിടെ 100 കിലോമീറ്ററിന്റെ ലോഡ് ഉണ്ട്. 100 താഴോട്ട് ആക്ട് ചെയ്യുന്നു. സി എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലാണ്, താഴോട്ട് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. മൈനസ് 100 ഇൻറ്റു 10 ഈക്വൽ ടു 0. അപ്പം റൈറ്റ് സൈഡിൽ നിന്ന് സിയിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഈ രീതിയിലായിരിക്കും വരാം. ഓക്കെ, ഇനി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയുള്ള, വി എ ഉണ്ട്, വി ബി ഉണ്ട്, രണ്ട് മുകളിലോട്ടാണ്. പിന്നെ ഉള്ളത് 80 ആൻഡ് 100 താഴോട്ടാണ്. അപ്പൊ മൈനസ് 80 മൈനസ് 100, ഓക്കെ, ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു റിലേഷനും നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. വി എ, വി ബി ആൻഡ് എച്ച് വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, എം സി ഇസ് ഈക്വൽ ടു 0. കൺസിഡറിംഗ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഫ്രം ലെഫ്റ്റ് സൈഡ് നിന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. വി എ ഇൻറ്റു L1 മൈനസ് H ഇൻറ്റു 4 മൈനസ് 80 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വി എ ഇൻറ്റു 10 മൈനസ് 4H മൈനസ് 400 ഈസ് ഈക്വൽ ടു 0. L1ന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, 80 ഇൻറ്റു 5 ഈസ് 400. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ ഈ രീതിയിൽ വരും. 10 വി എ മൈനസ് 4H ഈസ് ഈക്വൽ ടു 400. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 2 ആക്കി വെക്കാം. ഓക്കെ, 10 വി എ മൈനസ് 4H ഈസ് ഈക്വൽ ടു 400. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, കൺസിഡറിംഗ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, എം സി ഫ്രം റൈറ്റ് സൈഡ്, എം സി ഈസ് ഈക്വൽ ടു 0. എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക. വി ബി ഇൻറ്റു L1 minus H into 16 minus 100 into 10 is equal to 0. Okay, VB into L1 value is 20. VB into L2. Okay, VB into L2 ആണ്. Okay, VB into L2 നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ. That is VB into L2. VB into L2. Okay, L2 value is 20. Okay, VB into L2 minus H into 16 minus 100 into 10 is equal to 0. So VB into 20 minus 16 into H minus 1000 is equal to 0 എന്ന് വരും. ഓക്കെ, അപ്പൊ 20 VB minus 16H equal to 1000. ഇക്വേഷൻ നമ്പർ 3 ആക്കി വെക്കാം. ഓക്കെ, ഇക്വേഷൻസ് ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ടേമുകൾ RHSലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കാരണം കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ അതിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് ടേം ഷുഡ് ബി ഇൻ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്തു. 20 VB minus 16H is equal to 1000. ഇക്വേഷൻ നമ്പർ 3 ആക്കി വെച്ചോളൂ. ഓക്കെ, ഇനി അടുത്ത ഇക്വിലിബ്രിയം കൺസെപ്റ്റ്, വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് വി എ പ്ലസ് വി ബി മൈനസ് 80 മൈനസ് 100 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 4 ആക്കി വെച്ചോളൂ. ഓക്കെ, ഇനി ഇതിന്റെ അകത്തുനിന്ന്
ഓക്കെ, ഞാൻ വി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റിലേഷൻ കൊണ്ടുവരാൻ പോവാണ്. ഫ്രം ഇക്വേഷൻ 4 വി ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് വി എ. ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടോ, 10 വി എ മൈനസ് 4h ഈസ് ഈക്വൽ ടു 400 എന്നാണ്. രണ്ടാമത് നമ്മൾ ഫോം ചെയ്ത ഇക്വേഷൻ നമ്പർ 3 അത് 20 വി ബി മൈനസ് 16h ഈസ് ഈക്വൽ ടു 1000 ആണ്. ഇതിൽ വി എ ആണെങ്കിൽ ഇതിൽ വി ബി ആണ്, എച്ച് രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ വി ബിനെ വി എന്റെ ടേംസിലാക്കണം, അല്ലെങ്കിൽ വി എനെ വി ബിന്റെ ടേംസിലാക്കണം. അപ്പൊ ഞാനിവിടെ വി ബിനെ വി എന്റെ ടേംസിലാക്കിയിട്ട് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വി എ ആൻഡ് എച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ബിയും വി എയും തമ്മിലുള്ള റിലേഷൻ ഞാൻ കൊണ്ടുവരുവാണ്. വി ബി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 4ന്റെ അകത്തുനിന്ന് 180 മൈനസ് വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വി ബി ഇൻ ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ നമ്പർ 3 വി ബിന്റെ സ്ഥാനത്ത് ഞാൻ 180 മൈനസ് വി എന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ 20 ഇൻറ്റു 180 മൈനസ് വി എ മൈനസ് 16h ഇസ് ഈക്വൽ ടു 1000. ബാക്കിയൊക്കെ അതുപോലെ തന്നെ വരും. ഓക്കെ, ഇനി ഈ 20 ഇൻറ്റു 180 ചെയ്ത് കഴിഞ്ഞാൽ 3600. 20 ഇൻറ്റു വി എ ഇസ് 20 വി എ. അപ്പൊ 3600 മൈനസ് 20 വി എ മൈനസ് 16h ഇസ് ഈക്വൽ ടു 1000. ഈ 3600 ആർ എച്ച് എസിലേക്ക് വന്നാൽ മൈനസ് ആവും. അപ്പം 1000 മൈനസ് 3600 എന്ന് പറയുന്നത് മൈനസ് 2600 ആവും. ഇവിടെ മൈനസ് 20 വി എ മൈനസ് 16h എന്ന് വരും. ഓക്കെ, അപ്പൊ മൈനസ് 20 വി എ മൈനസ് 16h ഇസ് ഈക്വൽ ടു മൈനസ് 2600. മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം ആർ എച്ച് എസ് എന്നും എൽ എച്ച് എസ് എന്നും. അപ്പൊ നമുക്ക് ഈ രീതി കിട്ടും 20 വി എ പ്ലസ് 16h ഈസ് ഈക്വൽ ടു 2600. ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, അപ്പൊ എല്ലാം പ്ലസിന്റെ ടേംസിലായി. ഇക്വേഷൻ നമ്പർ 5 നോക്കിക്കേ, വി എയും എച്ചും ആണ് അൺനോൺസ് ആയിട്ടുള്ളത്. അതുപോലെ ഇക്വേഷൻ നമ്പർ 2 നോക്കിയാലും വി എയും എച്ചും ആണ് അൺനോൺസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2ഉം 5ഉം കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. ഓക്കെ, സോൾവിങ് ഇക്വേഷൻസ് 2 and 5 നമുക്ക് വി എ 70 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും, എച്ച് 75 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി വി എ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ, വി ബി ഇസിക്കൽ ടു 180 മൈനസ് വി എ. അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് വി എന്റെ ടേം കൊടുത്താൽ വി ബി കിട്ടും. അത് തന്നെയാണ് ഇവിടെ, വി ബി ഇസിക്കൽ ടു 180 മൈനസ് വി എ. ഓക്കെ, അപ്പൊ 180 മൈനസ് വി എ കൊടുക്കാം. അപ്പൊ വി ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് വി എ എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ വി ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് 70, വി ബി ഇസ് ഈക്വൽ ടു 110 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വി എ, എച്ച് ആൻഡ് വി ബി കിട്ടി. വെർട്ടിക്കൽ റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബി ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബി. ഓക്കെ, രണ്ടും സെയിം ആണ്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ 75 കിലോ ന്യൂട്ടൺ. ഇനി റിസൾട്ടന്റ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് നമ്പർ 3, ആർ എ ഇസ് ഈക്വൽ ടു എയിൽ വരുന്ന റിസൾട്ടന്റ് റിയാക്ഷൻ ഈസ് റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 70 സ്ക്വയർ പ്ലസ് 75 സ്ക്വയർ, ദാറ്റ് ഈസ് 102.59 കിലോ ന്യൂട്ടൺ. റിസൾട്ടന്റ് റിയാക്ഷൻ അറ്റ് ബി, റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് ബി സ്ക്വയർ, വി ബി 110 ആണല്ലോ, 110 സ്ക്വയർ പ്ലസ് 75 സ്ക്വയർ റൂട്ട് എടുക്കുക, 133.13 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റിയാക്ഷൻസ് ആയി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതിൽ റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ റിയാക്ഷൻസ്, ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് കണ്ടുപിടിച്ച് റിസൾട്ടന്റ് റിയാക്ഷൻസും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 4, ബെൻഡിങ് മൊമെന്റ് അണ്ടർ ലോഡ്സ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ രണ്ട് ലോഡുകളാണുള്ളത്, ഒന്ന് 80 കിലോ ന്യൂട്ടണും ഒന്ന് 100 കിലോ ന്യൂട്ടണും. ഓക്കെ, 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ക്രൗണിൽ നിന്ന് 5 മീറ്റർ മാറിയിട്ടും 100 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ക്രൗണിൽ നിന്ന് റൈറ്റിലേക്ക് 10 മീറ്റർ മാറിയിട്ടുമാണ്. ഓക്കെ, 80 കിലോ ന്യൂട്ടൺ ക്രൗണിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 5 മീറ്റർ മാറിയിട്ടും 100 കിലോ ന്യൂട്ടൺ ക്രൗണിൽ നിന്ന് 10 മീറ്റർ റൈറ്റിലേക്ക് മാറിയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ്സിൽ, 100 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന പോയിന്റിലും 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന പോയിന്റിലും വരുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് 80 കിലോ ന്യൂട്ടൺ അണ്ടറിലുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റ് അണ്ടർ 80 കിലോ ന്യൂട്ടൺ ലോഡ്. ഓക്കെ, അപ്പം 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ആർച്ചിലെ ക്രൗണിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ, ക്രൗൺ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് 80 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എ മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1 ആണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 10 മീറ്റർ. ആൻഡ് ബി മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 20 മീറ്റർ ആണ്. ഓക്കെ, അപ്പം 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് എ സി, ഇൻ ബിറ്റ്വീൻ എ സി ആയതുകൊണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു പോർഷൻ, ലെഫ്റ്റ് സൈഡ് പോർഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെന്റ് മീൻസ് ഇറ്റ്സ് ദ സം ഓഫ് മൊമെന്റ്സ് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, കാരണം എ സി എന്ന് പറയുന്നത്
AC എന്ന് പറയുന്ന പോർഷനിലാണ് 80 കിലോന്യൂട്ടൺ വരുന്നത്. അതായത് ക്രൗൺ അല്ലെങ്കിൽ ഈ ആർച്ചിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ വെച്ചിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെന്റ് 80 കിലോന്യൂട്ടൺ ലോഡിനെ ഞാൻ M80 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാണ്, M_80. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് ഫോം ചെയ്ത് നോക്കാം. ഓക്കെ, M80. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഉണ്ട് 80 കിലോന്യൂട്ടൺ ലോഡ്, അതായത് ഈ സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ M80 ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ VA ഇൻറ്റു 80ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ C മുതൽ 80 വരെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്. ഓക്കെ, A മുതൽ C വരെയുള്ള L1 ഡിസ്റ്റൻസ് നമുക്ക് 10 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ മുതൽ, അതായത് A മുതൽ ലോഡ് ആക്ട് ഇത് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 - 5 ആയിരിക്കും, ദാറ്റ് ഈസ് 5 മീറ്റർ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അണ്ടർ 80 കിലോന്യൂട്ടൺ ലോഡ് ഈസ് ഈക്വൽ ടു VA ഇൻറ്റു 5. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെന്റ് വരുന്നത്. സോ പ്ലസ് VA ഇൻറ്റു 5. പിന്നെ ഉള്ളത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്നു. ഇവിടെ 80 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് H ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ -H ഇൻറ്റു, ഓക്കെ, ഇവിടെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കറിയില്ല. ഓക്കെ, അതായത് റൈസ് നമുക്കറിയില്ല. അപ്പം Y എന്ന് പറഞ്ഞ് ഞാൻ നെയിം ചെയ്യുകയാണ്. ഓക്കെ, 80 കിലോന്യൂട്ടൺ അണ്ടറിലുള്ള Y ആയതുകൊണ്ട് Y80 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് അണ്ടർ 80 കിലോന്യൂട്ടൺ ലോഡ് എന്ന് പറയുമ്പോൾ VA ഇൻറ്റു 5 -H ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് റൈസ്, അതിനെ ഞാൻ Y80 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഇവിടെ VA അറിയാം, H അറിയാം. ഇനി Y80 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബെൻഡിങ് മൊമെന്റ് അണ്ടർ 80 കിലോന്യൂട്ടൺ ലോഡ് കിട്ടും. ഓക്കെ, അപ്പം Y80 കണ്ടുപിടിക്കുന്ന എങ്ങനെയാന്ന് നോക്കാം, അല്ലെങ്കിൽ റൈസ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാന്നുള്ളത് നോക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. Y80 അല്ലെങ്കിൽ Y ഈസ് ഈക്വൽ ടു 4RX ഡിവൈഡ് ബൈ L² ഇൻറ്റു L-X എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ എന്റെ അതേ ലെവലിൽ ആർച്ചിൽ, ഈ ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിൽ ഒരേ ലെവലിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണെങ്കിൽ ഇവിടെ ആയിരിക്കും അടുത്ത സപ്പോർട്ട് വരേണ്ടത്, അല്ലെ? അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പാൻ ആയിരിക്കും നമ്മൾ L ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ A മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് L1 ആണെങ്കിൽ C മുതൽ A' വരെയുള്ള ഡിസ്റ്റൻസ് L1 തന്നെ ആയിരിക്കും. ഓക്കെ, കാരണം ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രൗൺ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള L വാല്യൂ എന്ന് പറയുന്നത് 2L1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷനിലുള്ള L എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കേണ്ടത് 2L1 ആണ്. കാരണം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ എന്റെ അതേ ലെവലിൽ സപ്പോർട്ട് വരുമായിരുന്നെങ്കിൽ ഇവിടെ A' എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് വന്നേനെ. അങ്ങനെയാണെങ്കിൽ A മുതൽ C വരെയും A' മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് L1 ആയിട്ട് വന്നേനെ. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്പാൻ എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് 2L1 ആയിരിക്കും. ഓക്കെ, എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ്പ്രഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു റൈസ് ഈസ് 4 മീറ്റർ ആൻഡ് X നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 5 മീറ്റർ മാറിയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അതായത് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്. ഓക്കെ, അപ്പൊ X 5 ആയിരിക്കും. 4 ഇൻറ്റു 4 ഇൻറ്റു 5 ഡിവൈഡ് ബൈ L എന്ന് പറയുന്നത് 2L1 ആണ്. L1 ഈസ് 10 മീറ്റർ, L1 10 ആയതുകൊണ്ട് 2L1 എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഓക്കെ, അപ്പൊ 20 സ്ക്വയർ ഇൻറ്റു L, 2 ഇൻറ്റു 10 -5. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള റൈസ് എന്ന് പറയുന്നത്, ഓക്കെ, 80 കിലോന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസ് 3 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പം റൈസ് Y80 3 കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് അണ്ടർ 80 കിലോന്യൂട്ടൺ ലോഡ് ഈസ് ഈക്വൽ ടു 70 ഇൻറ്റു 5, VA വാല്യൂ ഈസ് 70 ഇൻറ്റു 5 മൈനസ് H വാല്യൂ ഈസ് 75 ഇൻറ്റു 3. സോൾവ് ചെയ്താൽ 125 കിലോന്യൂട്ടൺ കിട്ടും. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അണ്ടർ 80 കിലോന്യൂട്ടൺ ലോഡ് ഈസ് 125 കിലോന്യൂട്ടൺ. ഇനി ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോന്യൂട്ടൺ ലോഡ് കണ്ടുപിടിക്കാം. 100 കിലോന്യൂട്ടൺ ക്രൗൺ പോയിന്റിന്റെ റൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനൊരു എക്സ്പ്രഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോന്യൂട്ടൺ ലോഡിനെ ഞാൻ M100 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണ്. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ VB ആദ്യത്തെ ഫോഴ്സ് വരുന്നു. VB മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. 100 കിലോന്യൂട്ടൺ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ മുകളിലോട്ട് വന്ന് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ VB ഇൻറ്റു 100ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് L2 എന്ന് പറയുന്നത്, ഓക്കെ, L2 എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഓക്കെ, C മുതൽ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്.
ഓക്കെ, അപ്പം ബി മുതൽ ഈ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 20 മൈനസ് 10 ആയിരിക്കും. ഓക്കെ, സി മുതൽ ലോഡ് വരെയുള്ള 10 ആണ്. ടോട്ടൽ ഇതിന്റെ സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 20 ആണ്. അപ്പം ബി മുതൽ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മൈനസ് 10 ആയിരിക്കും, 10 ആയിരിക്കും. ഓക്കെ, അതായത് ബി മുതൽ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ. അപ്പോൾ വി ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പിന്നെയുള്ളത് എച്ച് ആണ്. എച്ച് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് വന്ന് മുകളിലോട്ട്, ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൈനസ് ആണ്. അപ്പോൾ മൈനസ് എച്ച് ഇൻറ്റു അങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഞാൻ y100 എന്ന് പറഞ്ഞെടുക്കുവാണ്. 100 കിലോ ന്യൂട്ടൺ ലോഡിന്റെ അണ്ടറിലുള്ള കറസ്പോണ്ടിങ് റൈസിനെ y100 എന്ന് പറഞ്ഞെടുക്കുവാണ്. ഇതായിരിക്കും ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ. വി ബി നമുക്കറിയാം, എച്ച് അറിയാം. y100 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോ ന്യൂട്ടൺ ലോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റൈസ് കണ്ടുപിടിക്കാം, എന്നിട്ട് ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോ ന്യൂട്ടൺ ലോഡും കണ്ടുപിടിക്കാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോ ന്യൂട്ടൺ ലോഡ് ഫ്രം റൈറ്റ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോ ന്യൂട്ടൺ ലോഡിന്റെ എക്സ്പ്രഷൻ m100 ഈസ് ഈക്വൽ ടു vb ഇൻറ്റു 10 മൈനസ് എച്ച് ഇൻറ്റു y100. അപ്പോൾ y100 കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ 4rx/l² ഇൻറ്റു l മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ ബിന്റെ അതേ ലെവലിലാണ് സപ്പോർട്ട് വന്നിരുന്നെങ്കിൽ ഇവിടെ ബി ഡാഷ് എന്ന് പറഞ്ഞൊരു പോയിന്റിലായിരിക്കും സപ്പോർട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ സ്പാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി മുതൽ, ഓക്കെ, ഇത് ബി ആണ്. ബി മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L2 ആണ്. ഓക്കെ, അപ്പം ബി ഡാഷ് മുതൽ സി വരെയുള്ളത് L2 ആയിരിക്കും. അതായത് ഒരേ ലെവലിൽ ബിന്റെ അതേ ലെവലിൽ തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ച് ആണെങ്കിൽ അതിന്റെ സ്പാൻ വിൽ ബി ഈസ് ഈക്വൽ ടു 2L2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ എല്ലിന്റെ സ്ഥാനത്ത് 2L2 ആണ് കൊടുക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ 100 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്? 10 മീറ്റർ മാറിയിട്ട്. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന 10 ആയിരിക്കും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ്സ് ആണല്ലോ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ്, അതായത് 10 മീറ്റർ മാറിയിട്ടുള്ള റൈസ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് 10 ആയിരിക്കും. എൽ എന്ന് പറയുന്നത് 2L2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ കറസ്പോണ്ടിങ് റൈസ് എന്ന് പറയുന്നത് R2 ആണ്. ദാറ്റ് ഈസ് 16 മീറ്റർ. അപ്പോൾ 4 ഇൻറ്റു 16 ഇൻറ്റു എക്സ് വാല്യൂ ഈസ് 10 ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് 2L2, ദാറ്റ് ഈസ് 2 ഇൻറ്റു 20 സ്ക്വയർ. ഓക്കെ, എൽ ഈസ് 2 ഇൻറ്റു 20 മൈനസ് 10. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y100 ഈസ് 12 മീറ്റർ. അതായത് ബി എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ ലെവലിൽ നിന്ന് 100 ലോഡ് ആക്ട് ചെയ്യുന്നതിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 12 മീറ്റർ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അതായത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് 12 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോ ന്യൂട്ടൺ ലോഡ് m100 ഈസ് ഈക്വൽ ടു VB value is 110 into 10 minus H is 75, y100 is 12. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 200 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിവിടെ റിയാക്ഷൻസ്, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിച്ചു, റിസൾട്ടന്റ് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. ബെൻഡിങ് മൊമെന്റ് അണ്ടർ 80 കിലോ ന്യൂട്ടൺ ലോഡും അതുപോലെ ബെൻഡിങ് മൊമെന്റ് അണ്ടർ 100 കിലോ ന്യൂട്ടൺ ലോഡും കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ M100 M80 എന്ന് പറഞ്ഞ് എഴുതണമെന്നില്ല. അതിന് വേണമെങ്കിൽ ഒരു പേര് കൊടുത്തിട്ട് എന്നോ എഫ് എന്നോ പേര് കൊടുത്തിട്ട്, ഇപ്പം 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ME എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ MF എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിവിടെ M100 ആൻഡ് M80 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്.